വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ 1 കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് വരട്ടാനാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾക്കത് എങ്ങനെ ചെയ്യണേ നോക്കാം. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ സബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണേ നോക്കാം. അപ്പോൾ വലിയ വലിയ പീസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ ഈ സൈസിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മുട്ടിയുടെ കാര്യം പിന്നീടാണ് കേട്ടോ ഓർത്തത്. അപ്പോൾ മുട്ടി വെച്ചിട്ട് നമ്മൾക്ക് വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴിച്ചോ. അപ്പം നല്ലതുപോലെ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. രണ്ട് കൈയും വെച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണേ. ഇങ്ങോട്ട് മാറി. അപ്പം നമ്മൾ 3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ട രീതി നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ചട്ടിയിൽ ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂണിൻ്റെ അളവിൽ കുരുമുളക് പൊടി, പിന്നെ മീറ്റ് മസാല കുറച്ചിട്ട് കൊടുക്കാം. ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ബീഫിൽ കുറച്ച് മസാലയെ ചേർത്തിട്ടുള്ളൂ, ബാക്കി ഗ്രേവിയിൽ ചേർക്കാം. അടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടുത്ത് നമ്മൾക്ക് അടുപ്പ് കത്തിക്കാം കേട്ടോ. അടുപ്പ് കത്തിക്കാം. വിറക് തന്നിരിക്കുന്നു. വിറക് ഒക്കെ മുറിച്ചിട്ട് നേരെ തന്നപ്പോൾ മതി. ഇത് മൊത്തം കത്തി ഇവിടെ എത്തിയല്ലോ. നമ്മൾക്ക് ചട്ടി വെച്ച് കൊടുക്കാം. എൻ്റെ മുടിയൊക്കെ കഴിഞ്ഞു.
അപ്പം നമ്മൾക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വെന്തിട്ടില്ല, നല്ലപോലെ വേകണം. അപ്പോൾ ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾക്കിത് വേറെ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഗ്രേവി ആക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളിയും വലിയുള്ളിയും പകുതി പകുതി എടുത്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി വഴണ്ടി വരണം കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾക്ക് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി മൂത്ത് വരണം കേട്ടോ. നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് അപ്പോൾ നന്നായി ഉള്ളി വാടി വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒരു 1 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. മീറ്റ് മസാല ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അടുത്ത കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അടുത്തായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ബീഫിന് തേങ്ങാക്കൊത്ത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ ഇത്തിരി വെള്ളം കുറവുണ്ട് കേട്ടോ. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഗ്രേവിയും ബീഫും നല്ലതുപോലെ മിക്സ് ആവണം കേട്ടോ. ഒരു 15 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണേ.
അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. ഈ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വരട്ടി എടുക്കട്ടെ നമുക്ക് ബീഫിനെ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് തുറന്ന് വെച്ച് നല്ലതുപോലെ ഒന്ന് വരട്ടി എടുക്കുക. ഇപ്പം നല്ലതുപോലെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. ഇത്തിരി നല്ലതുപോലെ ഒന്ന് തീ കത്തിച്ചിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് മല്ലിത്തഴ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്, ബീഫ് വരട്ടിയത്. അപ്പോൾ നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ. വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊറോട്ടൻ്റെ കൂടെ ബീഫ് വരട്ടതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ടേസ്റ്റ് നോക്കാം. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പൊറോട്ടയും ബീഫും വരട്ടിയതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അടിപൊളിയാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ് അടിക്കുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.